നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബോണ്ടയാണ്. ഇതിന് ഉണ്ടംപൊരി, പഴക്കേക്ക് എന്നൊക്കെ പറയും. നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. ബോണ്ടയ്ക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: 1 കപ്പ് ഗോതമ്പ് പൊടി, 1 കപ്പ് മൈദാപ്പൊടി, ഒരു 2 ടേബിൾ സ്പൂൺ റവ എടുത്തിട്ടുണ്ട്, 1 കപ്പ് ശർക്കര പാനിയാക്കിയത് എടുത്തിട്ടുണ്ട്, ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 നുള്ളുപ്പ്, 1/2 ടീസ്പൂൺ ജീരകം, ഒരു 3-4 ഏലക്ക, 2 പഴം, പിന്നെ എണ്ണ നമുക്ക് അത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിരുന്നു. പഴം മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം. എന്നിട്ട് അതിൻ്റെ കൂടെ ഏലക്കയുടെ അതിൻ്റെ അരിയോട് പൊളിച്ചിട്ട് ഇതിനകത്തിലിട്ട് നമുക്ക് ഒരുമിച്ച് അരച്ചെടുക്കാം. നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെ പഴം നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓരോ ഇൻഗ്രീഡിയൻസും ഇടാം. ഗോതമ്പ് പൊടി, മൈദ, റവ, ഉപ്പും നമുക്ക് ജീരകം കൂടെ. നമുക്ക് സോഡാപ്പൊടി നമുക്ക് ചൂടുന്നതിന് കുറച്ച് നേരം മുന്നേ ഇട്ടാൽ മതി. സോഡാപ്പൊടി നമുക്ക് പിന്നീട് ഇടാം. അതിനുശേഷം നമുക്ക് ഈ പഴം അരച്ച് വെച്ചത് ഇനി നമുക്ക് ശർക്കര കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് ഇളക്കാം. നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസി നിൽക്കത്തക്ക പോലെ നമുക്കിത് അയപ്പെടുത്തിയെടുക്കാം. ഇത് നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം ഏകദേശം 2-3 മണിക്കൂറോളം നമുക്കിത് അടച്ചു വെക്കാം. ഒരല്പം കൂടെ നമുക്ക് ശർക്കര പാനി ഒഴിക്കും. ഇത്രയും മതി. ഇനി നമുക്കൊരു അടച്ചു വെച്ചൊരു 3 മണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ മാവ് കുതിരാൻ വയ്ച്ചിട്ട് 2 മണിക്കൂർ കൂടുതലായി. ഇനി നമുക്കതിലേക്ക് നമ്മുടെ ബേക്കിംഗ് സോഡയുടെ ഇട്ട് കൊടുത്തിട്ടൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി വെച്ചേക്കാം. എന്നിട്ട് നമുക്കൊരു 1/2 മണിക്കൂറുകൂടെ കഴിഞ്ഞ് നമുക്കെടുക്കാം. നല്ലപോലെ ബേക്കിംഗ് സോഡ എല്ലായിടത്തും സ്പ്രെഡ് ആകത്തക്ക നല്ലപോലെ ഒന്ന് ഇളക്കി വെക്കും. ഇനി നമുക്ക് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് നമുക്ക് ചുട്ടെടുക്കാം. നമ്മൾ ബേക്കിംഗ് സോഡ ഇട്ടിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞു. നമുക്ക് ഒന്നുകൂടെ നല്ലവണ്ണം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ചീനിച്ചട്ടി അടുപ്പത്തിട്ട് വെക്കാം. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഉണ്ടാക്കാൻ ആവശ്യമായ എണ്ണ ചീനിച്ചട്ടിയിലിട്ട് ഒഴിക്കാം. നമ്മൾ മാവ് എടുക്കുന്നതിന് മുൻപ് കൈ ഒന്ന് ചെറുതായിട്ട് നനയ്ക്കണം. കാരണം ഈ മാവ് എടുക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് എണ്ണ ചൂടായി വന്നിട്ട് തീ നമ്മൾ അല്പം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ഇത് ചുട്ടെടുക്കാൻ. ഇല്ലെങ്കിൽ പുറമേ കരിഞ്ഞു പോകും, അപ്പം വേഗത്തുമില്ല. നമുക്ക് ചെറിയ ഉരുളകളായിട്ട് എടുത്ത് മാവിലോട്ട് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ബോണ്ട നല്ല ഡാർക്ക് ബ്രൗൺ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് എടുക്കാം. അങ്ങനെ നമ്മുടെ ബോണ്ട റെഡി ആയിട്ടുണ്ട്.